ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ചെറിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ചാനലിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു യൂട്യൂബ് സെറ്റിങ്സിനെ കുറിച്ച് നമ്മൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെയുള്ളൊരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ശേഷം പബ്ലിക് ആക്കുന്നതിന് മുന്നേ നമ്മളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് നൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഹാപ്പിയാണ്, എൻ്റെ വീഡിയോക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല എന്ന് സമാധാനിച്ചിട്ട് നമ്മൾ പബ്ലിക് ആക്കാറുണ്ട്. പലരും ഇതേ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തു നിന്ന് കണ്ടന്റ് എടുത്തിട്ടുണ്ടായിരിക്കും, പുറത്തുനിന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും കോപ്പിറൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് അവിടെ ഇഷ്യൂ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം എനിക്ക് ധൈര്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മറ്റൊരാളുടെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വന്നേക്കാം. അതല്ലെങ്കിൽ പലരും പുറത്തുനിന്നൊക്കെ മ്യൂസിക് എടുത്തിട്ട് അവിടെ കോപ്പിറൈറ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് കോപ്പിറൈറ്റ് കാണിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ വീഡിയോ സേഫ് ആണ് എന്ന് അർത്ഥമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം കോപ്പിറൈറ്റ് വരാം, അതല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് വരാം, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരെ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗത്ത് നൺ വന്നു എന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ 100% സേഫ് ആണ് എന്ന് നിങ്ങൾ കരുതരുത്. അതായത് നേരായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പലരും പുറത്തുനിന്നൊക്കെ കണ്ടന്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം അൺലിസ്റ്റഡോ പ്രൈവറ്റ് ആയിട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം അവരിങ്ങനെ നോക്കുകയാണ് റെസ്ട്രിക്ഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങൾ പുറത്തുനിന്നൊക്കെ മ്യൂസിക് സോങ് ഒക്കെ യൂസ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് ഇത് ധൈര്യമായിട്ട് എല്ലാ വീഡിയോക്കും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെയും കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ആ ഒരു സമയത്ത് യൂട്യൂബിൻ്റെ പ്രോസസ്സിങ്ങിൽ ഒരു റൂൾ വയലേഷൻ കണ്ടെത്തിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഇനി കുഴപ്പമൊന്നും വരില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യൂട്യൂബിന് ആ ഒരു സമയത്ത് ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ റൂൾ വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസ്ട്രിക്ഷൻ എന്നുള്ള ഭാഗത്ത് ഞാൻ കണ്ടു എന്നത് കരുതിയിട്ട് നിങ്ങൾ 100% സുരക്ഷിതമാണ്, നിങ്ങളുടെ വീഡിയോ സുരക്ഷിതമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാം. കാരണം ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോസ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റൂൾ വയലേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നല്ലതാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ഈ ഒരു ഉഡായിപ്പ് പരിപാടികൾ പുറത്തുനിന്നൊക്കെ കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുമോ എന്നുള്ള രീതിയിലൊക്കെ പരീക്ഷിച്ച് നോക്കാൻ ഈ ഒരു ടൂള് പലരും ഉപയോഗിക്കുന്നുണ്ട്. റീയൂസ്ഡും കോപ്പിറൈറ്റ് ക്ലെയിമും രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഓപ്ഷനിൽ ഒരിക്കലും റീയൂസ്ഡ് കണ്ടെത്തുന്നതല്ല. അപ്പോൾ റീയൂസ്ഡും കോപ്പിറൈറ്റ് ക്ലെയിമും ഒക്കെ രണ്ടാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വേറൊരു വീഡിയോയിൽ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും റീയൂസ്ഡ് ഒരിക്കലും ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് യൂട്യൂബ് പറഞ്ഞു തരുന്നതല്ല. മറിച്ച് കോപ്പിറൈറ്റ് ക്ലെയിം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൂൾ വയലേഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബ് അത് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടെ നോട്ടിഫൈ ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവരും ആ സമയത്ത് തന്നെ 100% യൂട്യൂബിൽ കണ്ടെത്താൻ കഴിയുമെന്നും ഇല്ല. നമ്മൾ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയ ശേഷവും വരാം റൂൾ വയലേഷൻ കണ്ടെത്താം, അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിമും കണ്ടെത്താം എന്നാണ്. അത് യൂട്യൂബ് തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. പലരും റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ഈ ഒരു ഓപ്ഷനെ വിശ്വസിച്ചിട്ട് ഇവിടെ ഞാൻ എന്ന് കാണിച്ചാൽ സേഫ് ആണ് എന്ന് കരുതിയിട്ട് മോണിറ്റൈസേഷൻ ആയവർ വരെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വന്നിട്ട് അവരുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.